മോദി നിങ്ങൾ വിചാരിച്ചതൊന്നുമല്ല. നിങ്ങൾ വിചാരിച്ചതിനപ്പുറത്ത് മോദി പ്രവർത്തിക്കും. നിങ്ങൾ മരത്തിൽ കാണുന്നത് മോദി മാനത്ത് കാണും. മനസ്സിലായില്ല. നോക്കൂ, എത്ര വലിയ കോലാഹലമായിരുന്നു, എത്ര വലിയ ബഹളങ്ങളായിരുന്നു, എത്ര വലിയ ആണയിടലുകളായിരുന്നു പൗരത്വ ഭേദഗതി നിയമത്തെക്കുറിച്ച്, അല്ലേ? ഒരു കേരളത്തിൽ പിണറായി വിജയൻ നടപ്പാക്കത്തില്ല. ഈ കേരളത്തിൽ നടപ്പാക്കില്ല. കാരണം കേരളത്തിന് പൗരത്വം കൊടുക്കുന്നതിൽ ഒരു പങ്കുമില്ല. പാസ്പോർട്ട് പോലും കൊടുക്കാനുള്ള അവകാശം പോലും കേരള സർക്കാരിനില്ല. അപ്പം നമുക്ക് അധികാരമില്ലാത്ത കാര്യങ്ങൾ നമുക്ക് ചെയ്യാം. ഞാൻ അമേരിക്കയെ ശരിപ്പെടുത്തും എന്ന് എനിക്ക് പറയാം, സിനുവിനും പറയാം. ട്രംപെ മര്യാദയ്ക്ക് ഇരുന്നോണം, കാളി കാണിച്ചു തരും എന്നൊക്കെ പറയാം എന്ന് പറയുന്ന പോലെയാണ് പിണറായി പറഞ്ഞുകൊണ്ടിരുന്നത്. നോക്കൂ, ഇപ്പോൾ വളരെ പെട്ടെന്ന് ഒരാളും പ്രതീക്ഷിക്കാതെ ഒരു എക്സിക്യൂട്ടീവ് ഉത്തരവ് ഇറക്കിയിരിക്കുന്നു. 2024 ഡിസംബർ 31 വരെ ഇന്ത്യയിൽ വന്നിട്ടുള്ള, എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ 8 മാസം മുമ്പ് വരെ ഇന്ത്യയിൽ വന്നിട്ടുള്ള നമ്മുടെ അയൽ രാജ്യങ്ങളായ പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, അഫ്ഗാനിസ്ഥാൻ, ഈ 3 രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യയിലേക്ക് വന്നിട്ടുള്ള ഹിന്ദുക്കൾ, ക്രിസ്ത്യാനികൾ, സിഖുകാർ, ജൈനമതക്കാർ, ബുദ്ധമതക്കാർ, പാഴ്സികൾ, അവർക്ക് ഇന്ത്യൻ പൗരത്വം കൊടുക്കും. അതായത് അവിടുത്തെ ന്യൂനപക്ഷം, അവിടെ മതപീഡനം അനുഭവിക്കുന്നവർ, അവർക്ക് ഇന്ത്യ പൗരത്വം കൊടുക്കാൻ പോകുന്നു. എപ്പോൾ? ഈ സന്ദർഭത്തിൻ്റെ പ്രാധാന്യം നമ്മൾ കാരണം ഇന്ത്യയിൽ പ്രധാനപ്പെട്ട ചില തെരഞ്ഞെടുപ്പുകൾ നടക്കാൻ പോകുക. ബീഹാർ തെരഞ്ഞെടുപ്പ്, പശ്ചിമ ബംഗാൾ തെരഞ്ഞെടുപ്പ്, ഇത് രണ്ടും വളരെ പ്രധാനപ്പെട്ടതാണ്. സങ്കീർണമെന്നല്ല പറയുന്നത്. അവിടുത്തെ സങ്കീർണമായ പ്രശ്നം ഇന്ത്യക്കാരല്ലാത്ത ആളുകൾ നുഴഞ്ഞു കയറുന്നുള്ളതാണ്. അപ്പം ആസാം ഉൾപ്പെടെ, ആസാമിലേക്കും തെരഞ്ഞെടുപ്പ് വരികയാണ്, തെരഞ്ഞെടുപ്പ് വർഷമാണ്. ആസാം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം നുഴഞ്ഞുകയറ്റമാണ്. ബംഗ്ലാദേശിൽ നിന്നും പാകിസ്ഥാനിൽ നിന്നൊക്കെ നുറന്ന്, ഇപ്പം ബംഗാളിലെ വോട്ടർ പട്ടിക നോക്കിയപ്പോൾ അഫ്ഗാനിസ്ഥാനിൽ നിന്നുള്ള മുസ്ലിങ്ങൾ അവിടെ വോട്ടർ പട്ടികയിലുണ്ട്. പാകിസ്ഥാനിലുണ്ട്, ബംഗ്ലാദേശികളുണ്ട്, അഫ്ഗാനിസ്ഥാനിലെ മുസ്ലിമുകൾ ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തെ വോട്ടർ പട്ടികയിൽ വോട്ട് ചെയ്തിരിക്കുക. പാകിസ്ഥാനി സ്ത്രീ ബംഗാളിൽ സർക്കാർ ജോലിയിലുണ്ടായിരുന്നു. ഇതൊക്കെ കണ്ടുപിടിച്ചു. അപ്പം നമ്മൾ നുഴഞ്ഞു കയറ്റക്കാരെ ഇന്ത്യയിൽ നിന്ന് പുറത്താക്കാനുള്ള നടപടി അതിദ്രുതം, അതിവേഗം നമ്മൾ തുടർന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഇന്ത്യയിൽ ഇതുപോലെ വന്നു കൂടിയിരിക്കുന്ന ഹിന്ദുക്കൾ ഉൾപ്പെടെ അതത് രാജ്യങ്ങളിലെ ന്യൂനപക്ഷമായ ആളുകളെ സംരക്ഷിക്കും എന്ന് മോദി വീണ്ടും പറഞ്ഞു. ആരെങ്കിലും പ്രതീക്ഷിച്ചോ? 2014 വരെയുള്ളവർക്കാണ് ഇത് ആപ്ലിക്കബിൾ എന്ന് പറഞ്ഞിരുന്നത്, 2024 വരെയുള്ളവർക്ക് ബാധകമാക്കി. ഇവിടെയാണ് നമ്മൾ ആലോചിക്കേണ്ടത് എത്ര വലിയ പ്രചാരമാണ്. ഞാനിപ്പോഴും ഓർക്കുന്നത് PK ശ്രീമതി കുറേ മുസ്ലിം പെണ്ണുങ്ങളുടെ, തട്ടമിട്ട പെണ്ണുങ്ങളുടെ അടുത്ത് നിന്നിട്ട് പറയാണ്, നിങ്ങൾക്കറിയാമോ മോദി എന്താ ചെയ്യാൻ പോകുന്നത്? മുസ്ലിങ്ങളെ മുഴുവൻ ഇന്ത്യയിൽ നിന്ന് പുറത്താക്കാൻ പോവുകയാണ് പൗരത്വ ഭേദഗതി നിയമം കൊണ്ട്. ഈ നിയമ ഭേദഗതി കൊണ്ടുവന്ന് നടപ്പാക്കി. ഇപ്പോൾ ഗോവയിൽ അവിടെ താമസിച്ച ഇന്ത്യക്കാരല്ലാതെ അവിടെ താമസിച്ചിരുന്ന ക്രൈസ്തവർക്ക് പൗരത്വം കൊടുത്തു, ഇല്ലേ? പല സംസ്ഥാനങ്ങളിലും പാകിസ്ഥാനിൽ നിന്നുള്ള ഹിന്ദുക്കൾക്ക് കൊടുത്തു. 2014 വരെ ഇന്ത്യയിലെത്തിയവർക്ക് കൊടുത്തു. ഇനി അവർക്ക് കൊടുക്കുമ്പോൾ മുസ്ലിങ്ങൾക്ക് കൊടുക്കുന്നില്ല എന്നാണ് ഇപ്പോഴത്തെ പരാതി. അല്ലാതെ ഇവിടുത്തെ മുസ്ലിങ്ങളെ മുഴുവൻ പുറത്താക്കുമെന്ന് പറഞ്ഞായിരുന്നല്ലോ ഇവിടുത്തെ ക്യാമ്പയിൻ. പച്ചക്കള്ളം. ഉത്തരവാദപ്പെട്ട നേതാക്കന്മാർ, മുഖ്യമന്ത്രി മുതൽ CPM-ന്റെ ഉത്തരവാദപ്പെട്ട MP-യും MLA-യും വലിയ നേതാക്കന്മാരും ആയിരുന്നവർ നാട് മുഴുവൻ നടന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ഓരോ മുസ്ലിമിൻ്റെയും വീട്ടിൽ വന്നിട്ട് രേഖ കാണിക്കുക, ഇല്ലെങ്കിൽ നിന്നെ നാട് കടത്തും എന്ന് മോഡി തീരുമാനിക്കാൻ പോവുകയാണ്. അതിൻ്റെ ഭാഗമാണ് CAA എന്ന് പറയുകയും അവരെ ഭയപ്പെടുത്തുകയും ചെയ്തു. കഴിഞ്ഞ തവണത്തെ തെരഞ്ഞെടുപ്പ്, കഴിഞ്ഞതിൻ്റെ മുമ്പിലത്തെ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് കാര്യം, അല്ലേ? ഷഹീദ് ബാദിൽ പന്തൽ കെട്ടി സമരം നടത്തി. അവസാനം എന്തായി? CAA നിയമം പാസ്സായി. ഇന്ത്യയിലെ ഒറ്റ മുസ്ലിമും പുറത്ത് വോട്ട് വന്നില്ല. എന്നാൽ ഇന്ത്യയിലെ മുസ്ലിങ്ങൾ പുറത്ത് വോട്ട് വരുന്നുണ്ട്, ഇന്ത്യക്കാരല്ലാത്ത മുസ്ലിങ്ങൾ. അത് ബംഗാളിലുണ്ട്, ബീഹാറിലുണ്ട്, ആസാമിലുണ്ട്, നമ്മുടെ കേരളത്തിലുമുണ്ട്. കേരളത്തിലും ഇപ്പം ആസാമിലും ബംഗാളിലും ബീഹാറിലും ഒക്കെ വലിയ നടപടി വരുന്നു എന്നറിഞ്ഞപ്പോൾ ആളുകൾ വന്ന് കൂടിയിരിക്കുന്ന എവിടെയാണെന്നറിയോ? കേരളത്തിലാണ്. ഇപ്പം നിങ്ങളുടെ തൊട്ടടുത്ത് കാണുന്ന വടക്കേ ഇന്ത്യക്കാരനായിരിക്കുന്ന ഒരു മുസ്ലിം പേരുകാരൻ, ഇനി പേരൊക്കെ അവർ മാറ്റും. ബംഗാളിലും ബീഹാറിലും അങ്ങനെയാണെന്ന്. എന്നിട്ട് ഡൽഹിയിൽ പോലും മുസ്ലിമുകൾ അവിടെ വന്നിട്ട്, നുഴഞ്ഞുകയറ്റക്കാരായ മുസ്ലിങ്ങൾ, ഇന്ത്യക്കാരല്ലാത്ത മുസ്ലിങ്ങൾ വന്നിട്ട് ഹിന്ദു പേരുകൾ സ്വീകരിച്ചിട്ടാണ് കഴിയുന്നത്. ഗണേഷ് എന്നൊക്കെ പറഞ്ഞിട്ട്. അതുകൊണ്ട് ഇവർ ടാക്സി ഡ്രൈവറായിട്ട് പ്രവർത്തിക്കുന്ന ഒരാളുടെ കണ്ടു. അയാൾ ഓടിക്കുന്ന വണ്ടിയിൽ ഒരു ഗണപതിയുടെ വിഗ്രഹമുണ്ട്. ഇയാളുടെ പേര് ഗണേഷ് എന്നാണ്. ഇയാൾ വീഡിയോയിൽ സ്വകാര്യമായി, ഞാൻ ബംഗ്ലാദേശി മുസ്ലിമാണ്, ഇവിടെ വന്നപ്പോൾ ഞാൻ ഹിന്ദു പേര് സ്വീകരിച്ചിരുന്നു, പൈസ 25,000 രൂപ കൊടുത്തപ്പോൾ എനിക്ക് ആധാറും കിട്ടി, ഇപ്പോൾ വോട്ടർ പട്ടികയിലുണ്ട്, റേഷൻ കാർഡുണ്ട്, വീടുണ്ട്.
ഇങ്ങനെ നമ്മുടെ രാജ്യത്തെ സുപ്രീം കോടതി കഴിഞ്ഞ ദിവസം പറഞ്ഞു, നുഴഞ്ഞുകയറ്റത്തിൻ്റെ ഭാഗം സംഭവിച്ചാൽ നമ്മുടെ രാജ്യത്തിൻ്റെ സുരക്ഷയെ ബാധിക്കും. 2, നമ്മുടെ രാജ്യത്തെ വിഭവങ്ങൾ ഇന്ത്യക്കാരല്ലാത്തവൻ ഷെയർ ചെയ്യേണ്ടി വരും, കൊള്ളയടിക്കും. നമുക്ക് അവകാശപ്പെടാത്തത് നമ്മൾ എടുക്കുന്നത് മോഷണമാണ്, മോഷ്ടിച്ചുകൊണ്ട് പോകും. അത് വലിയ പ്രശ്നമാണ്. ഡെമോഗ്രാഫിയിൽ മാറ്റം വരും, ജനസംഖ്യയിൽ മാറ്റം വരും. കാരണം ഇന്ത്യയിലെ മുസ്ലിങ്ങൾ ഇവിടെ ജീവിക്കട്ടെ, ബംഗ്ലാദേശിലെ മുസ്ലിങ്ങളും റോഹിംഗ്യക്കാരനും ഇവിടെ വന്നിട്ട് മുസ്ലിം ജനസംഖ്യ കൂട്ടുന്ന കാര്യമുണ്ടോ? ഇല്ല. അപ്പോൾ അതൊരു വലിയ പ്രശ്നമാണ്. അപ്പം ഈ മോദിയെ സംബന്ധിച്ച് ഈ നിയമം കൊണ്ടുവരുമ്പോൾ വലിയ വിമർശനം. എനിക്കൊന്ന് മോദി സർക്കാർ വന്നതിന് ശേഷം ഏറ്റവും കൂടുതൽ വിമർശനം കേൾക്കേണ്ടി വന്ന 2 നിയമങ്ങൾ, ഒന്ന് കർഷക ബില്ലും ഒന്ന് പൗരത്വ നിയമമായിരുന്നു. പൗരത്വ നിയമം അങ്ങ് നടപ്പാക്കി. പിന്നെ ആർട്ടിക്കിൾ 370 സ്ക്രാപ്പ് ചെയ്ത ജമ്മു കാശ്മീരിൻ്റെ ഭരണ പ്രത്യേക പദവി എടുത്തു കളഞ്ഞ 3 നിയമങ്ങൾ. ഒരുപാട് നിയമങ്ങളുണ്ട്, മുത്തലാഖ് ഉൾപ്പെടെയുള്ള നിയമങ്ങളുണ്ട്. ഞാൻ പറയുന്ന ഏറ്റവും രാജ്യവ്യാപകമായി എല്ലാവരെയും ബാധിക്കുന്ന 3 നിയമങ്ങളിൽ ഒന്ന് ഇതാണ്. ഈ പൗരത്വ ഭേദഗതി കൊണ്ടുവന്നതിന് ശേഷം ഒരൊറ്റ മുസ്ലിമിനും പോകേണ്ടി വന്നില്ല. ഇനി മറ്റ് മുസ്ലിങ്ങളെ ഇങ്ങോട്ട് ഇപ്പോഴത്തെ പരാതി എന്നറിയോ, മറ്റ് രാജ്യങ്ങളിലെ മുസ്ലിങ്ങൾക്ക് പൗരത്വം കൊടുക്കുന്നില്ല. അതെന്തിന്? പാകിസ്ഥാൻ അവരാവശ്യപ്പെട്ടു പോയതല്ലേ, അവരാവശ്യപ്പെട്ടു പോയി ഉണ്ടാക്കി വാങ്ങിച്ച രാജ്യമാണ്. ഇപ്പോൾ കേരളത്തിലുണ്ടല്ലോ, ഇപ്പം നമ്മുടെ ഇന്നത്തെ മലബാറിലുള്ള ഏതാണ്ട് 100% മുസ്ലിങ്ങളും പാകിസ്ഥാൻ വേണമെന്ന് ആവശ്യപ്പെട്ട് വോട്ട് ചെയ്തതാണ്. പാകിസ്ഥാൻ കിട്ടിയപ്പോൾ ഇവരെന്ത് ചെയ്തു? ഇവർ പോയില്ല. ആവശ്യമായിരുന്നു അല്ലേ, അവരുടെ ആവശ്യം. അപ്പോൾ അവരുടെ ഉള്ളിൽ കൂറ കൊണ്ടാ പാകിസ്ഥാനോട് ഇത് പറയുമ്പോൾ ഇഷ്ടപ്പെടത്തില്ല. സത്യമാണ്, ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. വോട്ടെടുപ്പ് നടന്നപ്പോൾ വിഭജനം വേണം, പാകിസ്ഥാൻ വേണമെന്ന് ഇന്നത്തെ മലപ്പുറത്തെ ഭൂരിപക്ഷം മുസ്ലിം ജനങ്ങളും വോട്ട് ചെയ്തു. എന്നാൽ പാകിസ്ഥാൻ യാഥാർത്ഥ്യമായപ്പോൾ മലപ്പുറത്തെ മുസ്ലിങ്ങൾ പോയില്ല. അപ്പോൾ അവരുടെ മനസ്സിൽ ഇപ്പോഴും പാകിസ്ഥാനോട് കൂറുണ്ട് എന്ന് പറഞ്ഞാൽ അത് തെറ്റൊന്നുമില്ല, അത് വസ്തുതയാണ്. ഇത് പറയുന്നത് നമ്മളെ വർഗീയവാദി എന്ന് പറയും. എന്നാൽ പാകിസ്ഥാൻ വേണമെന്ന് ആവശ്യപ്പെടുകയും പാകിസ്ഥാൻ ഉണ്ടായപ്പോൾ അങ്ങോട്ട് പോകാതെ ഇവിടെ തുടരുകയും ചെയ്ത ആളുകൾക്ക് വർഗീയതയില്ല. അപ്പോൾ 10 കത്തി വാങ്ങും പാകിസ്ഥാൻ കേട്ടല്ലേ? അത് ആ കുത്തി വാങ്ങി കുത്താതെ തന്നെ പാകിസ്ഥാൻ കിട്ടി. കുത്താതെ ഒന്നുമല്ല, വലിയ കൂട്ടക്കൊല നടന്നിട്ടാണ് കിട്ടിയത്. ഡയറക്റ്റ് ആക്ഷൻ എന്ന് പറഞ്ഞ കൂട്ടക്കൊലയ്ക്കുള്ള ജിന്നയുടെ ആഹ്വാന പ്രകാരം 46 നടന്ന കൂട്ടക്കൊല ദശലക്ഷക്കണക്കിന് ആളുകളെ കൊല്ലപ്പെട്ടത്. അവരുടെ പിൻതലമുറക്കാരാണ് ഇപ്പോൾ ഉള്ളത്. അവരെന്തേ പോയില്ല? നമുക്ക് വേണമെന്നാവശ്യപ്പെട്ട് അതിനുവേണ്ടി തെരുവിലിറങ്ങുകയും കൊലപാതകം നടത്താൻ വരെ തയ്യാറാണെന്ന് മുദ്രാവാക്യം വിളിച്ച് ജാഥ നടത്തുകയും ചെയ്തവർ പോയില്ല. അത് പറഞ്ഞാൽ നമ്മൾ വർഗീയവാദിയാണ്. അപ്പോൾ ഇത് മനസ്സിൽ കിടക്കുന്നതാണ്. അപ്പോൾ ഏതായാലും എന്തുകൊണ്ടാണ് പാകിസ്ഥാൻ അങ്ങനെ ഉണ്ടായി, ബംഗ്ലാദേശ് ഉണ്ടായി? അവിടെയുള്ള മുസ്ലിങ്ങൾക്ക് എന്തിനാണ് ഇന്ത്യ പൗരത്വം കൊടുക്കുന്നത്? കാരണം കൂടുതൽ സുഖകരമായി ജീവിക്കാൻ ഞങ്ങൾ ഇന്ത്യയിലേക്ക് വരണം. അങ്ങനെയല്ലല്ലോ. നമ്മൾ അവിടെ ഭൂരിപക്ഷ സമുദായം ഉള്ളിടത്ത് മതപീഡനം അനുഭവിക്കുന്ന ന്യൂനപക്ഷം ഹിന്ദുക്കൾ 20% ഉണ്ടായിരുന്നു പാകിസ്ഥാനിൽ. ഇപ്പോൾ അത്രയുണ്ടായിരുന്നു, 1%. എവിടെ പോയി ബാക്കി 19% ഹിന്ദുക്കൾ? 20 തൊട്ട് 23 വരെ എന്നൊക്കെ പറയുന്നുണ്ട്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലൊരു കരാറുണ്ടായിരുന്നു. അതത് രാജ്യത്തെ ന്യൂനപക്ഷങ്ങളെ സംരക്ഷിച്ചുകൊള്ളാമെന്ന്. ലിയാഖത്ത് ഖാൻ ട്രീറ്റി എന്ന മറ്റാണ് അതിൻ്റെ പേര്. അങ്ങനെ ഇന്ത്യ പറഞ്ഞു, ശരി, ഇവിടെ പാകിസ്ഥാനിലേക്ക് പോവാതെ ഇന്ത്യയിൽ തുടരുന്ന, പാകിസ്ഥാൻ വേണമെന്നൊക്കെ അവർ ആവശ്യപ്പെട്ടു. എന്നാൽ ഞങ്ങൾ പോണില്ല എന്ന് തീരുമാനിച്ച മലപ്പുറത്തെ ഉൾപ്പെടെ കേരളത്തിലെ ഇന്ത്യയിലെ മുഴുവൻ മുസ്ലിങ്ങളെയും ഇന്ത്യ സംരക്ഷിക്കും എന്ന് കരാർ. അതേപോലെ കരാർ അപ്പുറത്തുണ്ടായിരുന്നു. അവിടെ ഏതാണ്ട് 20% വരുന്ന ഹിന്ദുക്കളെ ഇന്ത്യയിലേക്ക് പോവാതെ അവിടുത്തെ ഭരണകൂടത്തെ വിശ്വസിച്ച അവരെ സംരക്ഷിക്കുമെന്ന് പാകിസ്ഥാനും സംബന്ധിച്ചൊരു കരാറുണ്ടായിരുന്നു. എന്തു പറ്റി കരാറിന്? ഏകപക്ഷീയമായി ഇന്ത്യ മാത്രം നടപ്പാക്കി. ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ എണ്ണം കൂടി അവർക്ക് ലോകത്തേറ്റവും സമാധാനപരമായി മുസ്ലിമുകൾക്ക് ജീവിക്കാവുന്ന രാജ്യമായിട്ട് ഇന്ത്യ മാറി. പാകിസ്ഥാനിലോ ബംഗ്ലാദേശിലോ ഹിന്ദു ഇല്ല. ഹിന്ദു ഏറ്റവും കൂടുതൽ പീഡിപ്പിക്കപ്പെടുക, കൊല്ലപ്പെടുകയാണ്. അവൻ്റെ ആരാധനാലയങ്ങൾ തകർക്കുകയാണ്. അവൻ്റെ സ്ത്രീകളെ ബലാത്സംഗം ചെയ്ത് കൊല്ലുകയാണ്. ഇതാണ് പാകിസ്ഥാൻ. അപ്പം അങ്ങനെയുള്ള ആളുകളെ അവർക്ക് ജീവൻ കൈ പിടിച്ച് അവർക്ക് പോകാൻ വേറൊരു രാജ്യമില്ല. 50-55 രാജ്യങ്ങളുണ്ട് മുസ്ലിമുകൾക്ക് പോകാൻ. അവരാരും കയറ്റത്തില്ല, വേറെ കാര്യം. ഏതെങ്കിലും ഇസ്ലാമിക രാജ്യം മുസ്ലിം അഭയാർത്ഥികളെ സ്വീകരിക്കുന്നുണ്ടോ? ലോകത്തോരിടത്തും സ്വീകരിക്കത്തില്ല. അപ്പോൾ ഇന്ത്യ മാത്രമേ ഉള്ളൂ. ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറി വരണം എന്നാണ് ഇവർ ആഗ്രഹിക്കുന്നത്. അത് പറ്റത്തില്ല. അപ്പം ഇവിടെ ഈ പറയുന്ന ബുദ്ധന്മാർക്ക്, ജൈനന്മാർക്ക്, സിഖുകാർക്ക്, പാഴ്സികൾക്ക്, ഹിന്ദുക്കൾക്ക് പോകാൻ വേറൊരു ഇടമില്ലാത്തതുകൊണ്ട് ഇന്ത്യ അവരെ സ്വീകരിക്കാൻ തീരുമാനിക്കുന്നു. അവിടുത്തെ ഭൂരിപക്ഷത്തിനല്ല, ന്യൂനപക്ഷത്തിന്, ഇന്ത്യയിലെ ന്യൂനപക്ഷത്തെ ഇന്ത്യ ഭരണകൂടം, ഇന്ത്യൻ സർക്കാർ സംരക്ഷിക്കുന്നില്ലേ?
അതുപോലെ ആ രാജ്യങ്ങളിൽ ജീവിക്കാൻ നിവൃത്തിയില്ലാത്ത ആളുകളെ സംരക്ഷിക്കാൻ ഇന്ത്യയും തീരുമാനിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് ഈ പൗരത്വ നിയമം കൊണ്ടുവന്നത്. ഇനി പിണറായി വിജയൻ എന്ത് പറയും? 2024 ഡിസംബർ 31 വരെ ഞാൻ ഈ സർക്കാർ അതിൻ്റെ ഡെഡ് ലൈൻ നീട്ടി കഴിഞ്ഞ വർഷം ഡിസംബർ 31 വരെ ആക്കി എന്ന് തീരുമാനിച്ചതിനെക്കുറിച്ച് ഒരൊറ്റ ആൾക്ക് ഒന്നും പറയാനില്ലല്ലോ. എന്തായിരുന്നു അപ്പോൾ ഈ കാലം അത്രയും നിങ്ങൾ വെച്ച ബഹളം എന്തായിരുന്നു? ഇപ്പോൾ പിണറായി വിജയൻ്റെ അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് വരുമോ? അംഗീകരിക്കില്ല, ഞാൻ ഊറിപ്പിടിച്ച വാളുകൾക്ക് നടുവിലൂടെ പോയതാണെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ലല്ലോ. പക്ഷേ എനിക്ക് തോന്നുന്നത് അതൊക്കെ ഇത് യാഥാർത്ഥ്യമാണെന്ന് എല്ലാവർക്കും ബോധ്യപ്പെട്ടു. ഇത് ഇന്ത്യയിലെ മുസ്ലിങ്ങളെ ബാധിക്കുന്നതല്ല, ഇന്ത്യയിലെ ജീവിക്കുന്ന നിയമപരമായി ഇന്ത്യൻ പൗരത്വമുള്ള ആരെയും ബാധിക്കുന്നതല്ല എന്ന് എല്ലാവർക്കും ബോധ്യപ്പെട്ടു. അതുകൊണ്ടാണ് 2014 എന്ന് വെച്ച ഡെഡ് ലൈൻ 2024 ഡിസംബർ 31 വരെ നീട്ടി 24 മണിക്കൂർ കഴിഞ്ഞിട്ടും ഈ രാജ്യത്ത് ഒരു ചർച്ച ഉണ്ടാവാത്തത്. അപ്പോൾ ഈ നിയമത്തിനെതിരെ നിങ്ങൾ പറഞ്ഞ കള്ളങ്ങൾ ആരെ പറ്റിക്കാനായിരുന്നു? ഇക്കാലം അത്രയും നിങ്ങൾ നുണയല്ലേ പറഞ്ഞത്? വെറുതെ വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന് വേണ്ടി കളിച്ച മുസ്ലിം പ്രീണനത്തിന് വേണ്ടി പച്ചക്കള്ളം പറഞ്ഞ് ഇക്കാലം അത്രയും പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള സകലരും പച്ചക്കള്ളം പറഞ്ഞ് ആ ജനങ്ങളെ കബളിപ്പിച്ചു, ഭയപ്പെടുത്തി എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ കാലയളവ് കുറച്ചു കൊണ്ടുവന്നു. കഴിഞ്ഞ 8 മാസം മുമ്പ് ഇന്ത്യയിലേക്ക് വന്നവർക്ക് ഉൾപ്പെടെ പൗരത്വം കൊടുക്കാൻ തീരുമാനിച്ചു. മോദി നിങ്ങൾ വിചാരിക്കുന്ന ആളല്ല. അടുത്ത തെരഞ്ഞെടുപ്പുകളിൽ ഈ പറഞ്ഞ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും സിഖുകാരനും ജൈനനും പാഴ്സിയുമൊക്കെ വോട്ട് ചെയ്യും. നിങ്ങൾ എന്ത് ചെയ്യും? നുഴഞ്ഞുകയറ്റക്കാരായ മുസ്ലിങ്ങളെ വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കുകയും ചെയ്യും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.